ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ്. ഇവിടെ നമ്മൾ 4 തരം അക്കൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് പ്രീപെയ്ഡ്, അക്രൂഡ്, ഔട്ട്സ്റ്റാൻഡിങ്, അൺഏൺഡ്. ഈ ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ്. ഇത് ഒരു അക്കൗണ്ട് ഓപ്പൺ ഐറ്റം ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒന്നൊരു ആ ഓർഗനൈസേഷൻ റിക്വയർമെൻ്റ് ആണ്. ആ അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില ഓർഗനൈസേഷൻസ് ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഓപ്പൺ ഐറ്റം ആയിട്ട് മാനേജ് ചെയ്യാറുണ്ട്. കാരണം റീകൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ ഓപ്പൺ ഐറ്റം ത്രൂ തന്നെ അത് മാനേജ് ചെയ്യുന്നത്. അപ്പം അത് ഓർഗനൈസേഷൻ ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഈ ഓപ്പൺ ഐറ്റം അക്കൗണ്ടുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓപ്പൺ ഐറ്റം അക്കൗണ്ടായിട്ട് ഡിഫൈൻ ചെയ്യണോ വേണ്ട എന്നുള്ളത് ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ഐറ്റം ആണെങ്കിൽ അതിനെ മാനേജ് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഐറ്റം ആക്കണോ ആക്കുന്ന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ഐറ്റം ആക്കുന്നത് നമ്മളത് GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ GL അക്കൗണ്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൽ മാനേജ് ഓപ്പൺ ഐറ്റം മാനേജ് അല്ലെങ്കിൽ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ആ ഒരു ചെക്ക് ബോക്സ് എനേബിൾ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ഐറ്റം അക്കൗണ്ടായിട്ട് മാറി. അതിനുശേഷം അതിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ആയിരിക്കും. അപ്പം നമ്മൾ ഓപ്പൺ അല്ലെങ്കിൽ പേബിൾ ബാലൻസിൻ്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് അക്കൗണ്ടിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു ബാലൻസ് റെഡ് ഐക്കണിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് ഓപ്പൺ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ അത് നോർമലി നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയറിംഗ് എന്നൊരു കോൺസെപ്റ്റ് കൂടി അവിടെ റൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഓപ്പൺ ഐറ്റംസിൻ്റെ കൂടെ ക്ലിയറിംഗ് എന്ന കോൺസെപ്റ്റ് കൂടി ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഓപ്പൺ ഐറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ റെസിപ്റ്റിലും പേയ്മെൻറ്റിലും ഉണ്ട്. കാരണം നമുക്കറിയാം, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് ഇത് പേയബിൾ ആണ്, അല്ലെങ്കിൽ അക്രൂഡ് എന്ന് പറയുന്ന റെസിപ്റ്റിൻ്റെ കേസിലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പം റെസിപ്റ്റും പേയ്മെൻറ്റും നമുക്കിതിൽ വരാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പേയ്മെൻറ്റ് വിത്ത് ക്ലിയറിംഗ് ഉണ്ട്, പാർഷ്യൽ പേയ്മെൻറ്റ്, റെസിജ്വൽ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ. ഈ 3 ഓപ്ഷൻസ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും റെസിപ്റ്റിൻ്റെ കാര്യത്തിലും നമുക്ക് നോക്കണം. പേയ്മെൻറ്റ് വിത്ത് ക്ലിയറിംഗ്, പാർഷ്യൽ, റെസിജ്വൽ, പിന്നെ ക്ലിയറിംഗ് എന്ന കോൺസെപ്റ്റ്. ക്ലിയറിംഗിൽ നമുക്ക് മാനുവൽ ക്ലിയറിംഗും ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലിയറിംഗും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഈ പറയുന്ന ടോപ്പിക്ക് എക്സാക്ട്ലി നമുക്ക് അക്കൗണ്ട്സ് റിസീവബിളും അക്കൗണ്ട്സ് പേയബിളും ഉണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ആ കാര്യം ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം, ഈ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റിൽ പ്രീപെയ്ഡ്, അക്രൂഡ്, അൺഏൺഡ്, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് റിസീവബിളിനും അക്കൗണ്ട്സ് പേയബിളിനും കൂടി ഇത് കണക്റ്റഡ് ആണ്. ഇതേ ട്രാൻസാക്ഷൻ തന്നെ അവിടെയുള്ളത്. ഇതിൻ്റെ T കോഡുകൾ മാത്രമേ മാറുന്നുള്ളൂ. നമ്മൾ ചെയ്യുന്ന T കോഡ് മാത്രമേ മാറുന്നുള്ളൂ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ആദ്യം പറയുന്ന ഈ ഒരു ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഇവിടെ പറയുന്ന റെൻറ്റ്, പോസ്റ്റിംഗ് അഡ്വാൻസ് റെൻറ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. 30,000 ആണ്. അതിനുശേഷം ഇവിടെ പറയുന്നത് അമോർട്ടൈസേഷൻ ഓഫ് മന്ത്ലി റെൻറ്റ് ഈ 31 ഓഗസ്റ്റിൽ 10,000 നമ്മൾ അമോർട്ടൈസ് ചെയ്തിട്ടുണ്ട് പ്രീപെയ്ഡിൻ്റെ കേസിൽ. നമുക്കൊന്ന് ഈ ഒരു ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് അത് പേയ്മെൻറ്റ് നോക്കിയിട്ട് നമുക്കിതിലേക്ക് വരാം. ഞാനൊരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഔട്ട്സ്റ്റാൻഡിങ് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു അക്രൂവൽ ഓഫ് ഫുൾ മന്ത്ലി സാലറി ജൂലൈ 500,000 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റിംഗ് ഡേറ്റ് 31/7 കൊടുത്തിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ജൂലൈ മന്തിൻ്റെ സാലറിയാണ്. അതിനുശേഷം അത് പേ ചെയ്തിട്ടുണ്ട്. 2 ഓഗസ്റ്റ് അത് പേ ചെയ്തു, ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ട്രാൻസാക്ഷൻ ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്റർ ചാർജ് ചെയ്താൽ മതി. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏതെങ്കിലും കോസ്റ്റ് സെൻറ്റർ ചാർജ് ചെയ്ത് നോക്കാം. കാരണം നമ്മളിപ്പോൾ കോസ്റ്റ് സെൻറ്ററിൻ്റെ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ നോക്കുന്നത്. ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്ക് ചെയ്തേക്കാം. ഫിനാൻസ് സഫാരി. ഓക്കെ, ഫിനാൻസ് സഫാരി ആണെന്ന് വിചാരിക്കുക. അതാണ് കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, SAPയിലേക്ക് വരുന്നു. നിങ്ങളുടെ സെർവർ ഓക്കെ ആണെന്ന് നോക്കട്ടെ. ഇല്ല, ഞാനത് ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ച് റിപ്പോർട്ട് ചെയ്യാം. ഇന്നലെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അവരത് കറക്റ്റ് ചെയ്യും. കാരണം അവരും ഒരു ഇത് കൂടിയാണ്, അവരൊരു ട്രെയിനിങ് സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും അത് കറക്റ്റ് ചെയ്യും. ഓക്കെ,
FB50 സാലറി ഡ്യൂ ആയ എൻട്രിയാണ് ഞാൻ ചെയ്യുന്നത്. ഡോക്യുമെൻ്റ് ഡേറ്റ് കമ്പനി കോഡ് TT01 ആണ്. എൻ്റെ കമ്പനി കോഡ് TT01 ആണ്. ഇവിടെ 31st ജൂലൈ ആണ് ഡേറ്റ് പറയുന്നത്. ഡോക്യുമെൻ്റ് ഡേറ്റ് 31st ജൂലൈ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. കറൻസി INR ആണ്. പോസ്റ്റിംഗ് ഡേറ്റും 31st ജൂലൈ തന്നെയാണ്. റഫറൻസിൽ സാലറി ഹെഡർ ടെക്സ്റ്റിൽ നമുക്ക് അക്രൂവൽ ഓഫ് ഫുൾ മന്ത് സാലറി, സാലറി അക്രൂവൽ FIN സഫാരി എന്ന് കൊടുക്കാം. ഓക്കെ. ഡെബിറ്റ് GL അക്കൗണ്ട് സാലറി അക്കൗണ്ടാണ്. 510000. ഡെബിറ്റ് വാല്യൂ എമൗണ്ട് 500,000. ടെക്സ്റ്റ് salaries July 2025 FIN സഫാരി. ഓക്കെ. ക്രെഡിറ്റിൽ 210000 GL അക്കൗണ്ട് നമ്മുടെ ഓപ്പൺ ആയിട്ട് അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ലൈൻ ആയിട്ടാണ്. ഞാനിവിടെ സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് കോളത്തിൽ പ്ലസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കോസ്റ്റ് സെൻറ്റർ കൂടെ വേണമല്ലോ, അപ്പോൾ കോസ്റ്റ് സെൻറ്റർ കൂടെ മാർക്ക് ചെയ്തേക്കാം. കോസ്റ്റ് സെൻറ്റർ സഫാരി ഫിനാൻസ് മാർക്ക് ചെയ്തുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഞാൻ ചെയ്തില്ല. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സഫാരി. നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്താൽ മതിയേ. കാരണം നിങ്ങൾക്ക് കോസ്റ്റ് സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടി കോസ്റ്റ് സെൻറ്റർ ചെയ്യാം. അതിന് ശേഷം പിന്നീട് വരുന്ന എക്സാമ്പിളുകളിൽ അതോ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസ്റ്റ് സെൻറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ജനറൽ കോസ്റ്റ് സെൻറ്റർ കൊടുത്തേക്കാം. കാരണം കോസ്റ്റ് സെൻറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ആ കോൺസെപ്റ്റ് അറിയാം. ഒരു കോസ്റ്റ് സെൻറ്റർ അവിടെ വേണമെന്ന രീതി നിങ്ങൾക്കറിയാം. ഈ ഒരു വാണിങ്ങിൽ എനിക്ക് ജസ്റ്റ് ഒരു വാണിംഗ് വന്നിട്ടുണ്ട്. അതായത് പീരീഡ് 5th അഡ്ജസ്റ്റ് ഇൻ ദ ലൈൻ ഐറ്റം പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്താൽ മതി. അത് പീരീഡ് 4ലേക്ക് മാറുന്നതുകൊണ്ടാണ്. അപ്പം സിസ്റ്റം ട്രാൻസാക്ഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്തു. സിമുലേറ്റ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ട്രാൻസാക്ഷൻ സേവ് ആയിട്ടുണ്ട്. നമുക്കറിയാം റിപ്പോർട്ട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് FBL3N ആണ് റിപ്പോർട്ട്. അറിയാമല്ലോ ഓൾറെഡി. FBL3N ആണ്. FBL3N എടുത്തിട്ട് 210000 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സാലറിൻ്റെ കേസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 210000 എന്താണ് ഇതിന് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് നമുക്ക് നോക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് 500,000 ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്ന് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. സാലറിയാണ് ജൂലൈ മന്തിൻ്റെ സാലറി നമ്മൾ പേ ചെയ്യാനുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇത് നെക്സ്റ്റ് ലൈൻ ഐറ്റത്തിൽ പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഫുൾ അക്രൂഡ് സാലറി. ആ സാലറിൻ്റെ ഫുൾ പേയ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ബാങ്ക് ത്രൂ ഫുൾ എമൗണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബാങ്ക് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്കറിയാം ഇത് ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു SAP അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ അതിന് സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ടൈപ്പ് തന്നെ ഉണ്ട്. SAPക്ക് ഡോക്യുമെൻ്റ് ടൈപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് GL ഡോക്യുമെൻ്റ് എൻട്രിയിൽ നമുക്ക് ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് ഉണ്ട്. അത് F.07 ആണ് ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ്. നമുക്ക് GL ചെയ്യാം. GL ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ GL ചെയ്യുമ്പം അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല എന്നാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്ലിയറിംഗ് എന്ന കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ആ ക്ലിയറിംഗ് എന്ന പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ക്ലിയറിംഗ് എന്ന പ്രോസസ്സ് ആ സമയത്ത് തന്നെ നടക്കുവാണെങ്കിൽ നമുക്ക് അതല്ലേ എളുപ്പം. അതുകൊണ്ട് തന്നെ നോർമൽ അതിനുവേണ്ടി SAP അഡ്വൈസ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് ഔട്ട് ഗോയിങ് പേയ്മെൻ്റ് ആണ്. ഔട്ട് ഗോയിങ് പേയ്മെൻ്റ് എടുക്കുക. ഈ ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ് എടുക്കുമ്പോൾ അതിലൊരു ഫോം പോലെയാണ് അതുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇൻഫർമേഷൻ ഫില്ല് ചെയ്ത് പോയാൽ അപ്പോൾ ഡോക്യുമെൻ്റ് ഡേറ്റ് നിങ്ങൾ എന്നാണ് ഇത് പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ്. അപ്പം 2nd ഓഗസ്റ്റ് ആണ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. KZ ഡോക്യുമെൻ്റ് ആയിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം അത് വെൻഡർ പേയ്മെൻറ്റ് എന്ന ഡോക്യുമെൻ്റ് ടൈപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പോസ്റ്റിംഗ് ഡേറ്റും അതേ ഡേറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്, 2nd ഓഗസ്റ്റ്. ഞാനത് പേസ്റ്റ് ചെയ്ത സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സെപ്പറേറ്റ് അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റട്ടെ. ഓക്കെ. 2nd ഓഗസ്റ്റ് പീരീഡ് 5th തന്നെ ആയിരിക്കും. റഫറൻസിൽ ചെക്ക് നമ്പർ ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഒരു ഡോക്ടർ നമ്പർ കൊണ്ട് ഇട്ടേക്കാം. ഞാനൊരു ഡോക്ടർ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് വേണം നമ്മളിവിടെ എൻ്റർ ചെയ്യുക. നോർമലി നമ്മൾ ഇതാ എൻ്റർ ചെയ്യുക. അപ്പോൾ അതിന് ചെറിയ ചേഞ്ച് ഉണ്ട്, ഇതിന് പറഞ്ഞുതരാം. ചെറിയ ചേഞ്ച് മീൻസ് നമുക്ക് ഈ ക്ലിയറിങ്ങിൻ്റെ കേസിൽ ഒരു കോൺസെപ്റ്റ് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഹെഡർ ടെക്സ്റ്റിൽ നമുക്ക് സാലറി, നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്ന സാലറി 0205 അല്ല 04 ആണല്ലോ. യെസ്, 042025. ഇവിടെ നമുക്ക് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സഫാരി ആണല്ലേ, സഫാരി. ഓക്കെ, സെറ്റിലാണ്. അപ്പോൾ ഞാൻ സഫാരി സെറ്റിൽ നിന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ക്ലിയറിങ്, ആ ഡോക്യുമെൻ്റ് ക്ലിയറിങ് നടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ക്ലിയറിങ് ടെക്സ്റ്റ് കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ അത് ക്ലിയറിങ് എന്ന് പറയുന്ന ആ ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ അത് ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് കൂടി അതിൻ്റെ കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അക്കൗണ്ടിൽ നമ്മൾ ഏത് ബാങ്ക് ഫസ്റ്റ് കൊടുക്കുന്ന ബാങ്ക് ഡാറ്റയാണ്. നമ്മൾ ഏത് ബാങ്ക് ത്രൂ ആണ് ഇത് ക്ലിയർ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാങ്കിൻ്റെ ഡാറ്റ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാങ്കിൻ്റെ ഡാറ്റയിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് 100 ആണ്. അപ്പോൾ ആ ബാങ്ക് ഡാറ്റ കൊടുക്കാം. അതിനുശേഷം എമൗണ്ട് ഫുൾ എമൗണ്ട് ആണല്ലോ. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾ ഈ ഡ്യൂ നമ്മുടെ റിപ്പോർട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ തിരിച്ചു വന്ന് രണ്ടാമത് എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും പാരലി നമ്മുടെ 3N കൂടെ പാരലി ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ റിപ്പോർട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ റിപ്പോർട്ട് നോക്കിയിട്ട് ആ ലൈൻ ഐറ്റത്തിൻ്റെ ബാലൻസ് എത്രയാണോ ആ ബാലൻസ് വേണം പോസ്റ്റ് ചെയ്യാൻ സെറ്റ് ഓഫ് ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഇത് കറക്റ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എപ്പോഴും ആ റിപ്പോർട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാം. ടെക്സ്റ്റിൽ സെയിം ടെക്സ്റ്റ് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ബാങ്കിൻ്റെ ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് വെച്ച് ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് റെഫറൻസ് കൊടുക്കുന്നത് എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഡോക്ക് നമ്പർ ഉണ്ടെങ്കിൽ ആ ഡോക്ക് നമ്പർ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ബാങ്ക് ഡോക്യുമെൻറ്റിനകത്ത്. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻറ്റ് നമ്പർ കൂടെ ബാങ്ക് ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഏത് GL അക്കൗണ്ടാണ് നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യുന്നത്? ഈ 210000 ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇൻഫർമേഷൻ നമുക്ക് ബേസിക്കലി വേണ്ടത്. അതായത് ഡോക്യുമെൻ്റ് ഡേറ്റ് വേണം, പോർഷൻ ഡേറ്റ് വേണം, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ടൈപ്പ് വേണം, കമ്പനി കോഡ്, ഇതൊക്കെ ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഡോക്യുമെൻ്റ് റെഫറൻസ്, ഈ ഡോക്യുമെൻ്റ് നമ്പർ നിങ്ങൾ കൊടുക്കേണ്ട, അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്നതാണ്, അത് കൊടുക്കേണ്ട. റെഫറൻസ്, ഹെഡർ ടെക്സ്റ്റ്, അതുപോലെ ക്ലിയറിംഗ് ടെക്സ്റ്റ്, അതുപോലെ അക്കൗണ്ട്, എമൗണ്ട്, ടെക്സ്റ്റ്, അക്കൗണ്ട്, ഇത്രയും ഇൻഫർമേഷൻ വേണം. അതിന് ശേഷമുള്ള അക്കൗണ്ട് ടൈപ്പൊക്കെ സിസ്റ്റം ഓട്ടോമാറ്റിക് എടുത്തോളും. ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് എൻ്റർ കീ കൊടുത്താൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മുടെ ഡേറ്റ് തിരിഞ്ഞാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഗസ്റ്റ് തന്നെ ആക്കി കൊടുക്കണം. ഓഗസ്റ്റ് 2. ഓക്കെ, ഓഗസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാല്യൂ ഡേറ്റിൽ എൻട്രി വേണം. അതാണ് പറയുന്നത് എൻട്രി റെക്കോർഡിംഗ് വാല്യൂ ഡേറ്റ്. കാരണം ബാങ്ക് ആയതുകൊണ്ട് എപ്പോഴും വാല്യൂ ഡേറ്റിൽ എൻട്രി വേണം. വാല്യൂ ഡേറ്റ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പൺ ഐറ്റം അക്കൗണ്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഈ ഓപ്പൺ ഐറ്റം അക്കൗണ്ടിൽ നിങ്ങളുടെ പേബിൾ ലൈൻ ഐറ്റങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും 1 by 1 ആയിട്ട്. അപ്പോൾ അവിടെ സെലക്ഷൻ ഡീസെലക്ഷൻ പ്രോസസ്സിംഗ് ഉണ്ട് ഇവിടെ. ഈ സെലക്ഷൻ ഡീസെലക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേയ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ, പേബിൾസ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം പേ ചെയ്താൽ മതി. ഞാനത് മറ്റുള്ള അതിനോട് ഇട്ട് കാണിക്കാം, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഡീസെലക്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് 500,000 ആണ് നമ്മുടെ പേബിൾ എമൗണ്ട്. 500,000 തന്നെയാണ് പേ ചെയ്യുന്നത്. വേറെ പേയ്മെൻറ്റ് ലൈൻ ഐറ്റങ്ങളൊന്നുമില്ല. മീൻസ് പേ ചെയ്യാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് ഒന്നുമില്ല. ഒറ്റ ഔട്ട്സ്റ്റാൻഡിങ്ങേ ഉള്ളൂ. ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് ലിസ്റ്റ് ആയി കാണിക്കുന്നത്. അപ്പം വേറെ ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി സിസ്റ്റം കാണിക്കുന്നത്
എമൗണ്ട് എൻറ്റേർഡ് 500,000 ആണ്, എമൗണ്ട് അസൈൻഡ് 500,000 ആണ്. നമ്മളിത് സിംപിളി അതിനെ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്തിട്ട് പുതിയ ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്തു എന്ന് പറയും. നിങ്ങൾ നമ്മുടെ ഡോക്യുമെൻ്റ് ലിസ്റ്റ് ഒന്നെടുത്ത് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആയി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇത് ഓപ്പൺ ഐറ്റം ബ്ലാങ്ക് ആണ്. ഞാൻ ഓൾ ഐറ്റം എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ക്ലിയർഡ് ഐറ്റം ആയിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു കേസ് ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലിയറിംഗ് ഡോക്യുമെന്റ് സെയിം ഡോക്യുമെന്റ് തന്നെയാണ്. 5-1 നമ്മളിപ്പോൾ ചെയ്ത ഡോക്യുമെന്റ് ആണ് അതിന്റെ ക്ലിയറിംഗ് ഡോക്യുമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കത് എന്ത് ചെയ്യാം, ക്ലിയർഡ് സ്റ്റാറ്റസ് ആയിട്ട് മാറും. അപ്പം ക്ലിയർഡ് സ്റ്റാറ്റസ് ആയി മാറിയെന്ന് വെച്ചാൽ ഫർദർ ഇത് പേയബിൾ അല്ല, അത് സെറ്റ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് പ്രോസസ്സ് ആവശ്യമില്ല. അപ്പോൾ അത് ക്ലിയർഡ് ഡോക്യുമെന്റ് ആയിട്ട് മാറി. ഈ ഡോക്യുമെന്റ് ക്ലിയറിനെ കുറിച്ച് ഒന്നുകൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി ഡോക്യുമെന്റ് റിവേഴ്സൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്യുമെന്റ് റിവേഴ്സൽ എന്ന കോൺസെപ്റ്റ് നമ്മൾ ഡോക്യുമെന്റ് നമ്മൾ ചെയ്താൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ, ക്രിട്ടിക്കലായുള്ള കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ് റിവേഴ്സ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്യുമെന്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ പറയാനുള്ളത്, ക്ലിയർഡ് ഡോക്യുമെന്റ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലിയർഡ് ഡോക്യുമെന്റ് മീൻസ് ഓൾറെഡി നിങ്ങൾ അതിനകത്ത് പേയ്മെന്റ് ചെയ്യാൻ എലിജിബിൾ ആയ ഡോക്യുമെന്റ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ അതിന് പേയ്മെന്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം നോർമലി പറയുന്ന ക്ലിയർഡ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പം ക്ലിയർഡ് ഡോക്യുമെന്റ് റിവേഴ്സ് ചെയ്യേണ്ട വന്നാലോ, അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നേ പറയുള്ളൂ. ചെയ്യാൻ പറ്റില്ല മീൻസ് അത് ക്ലിയർഡ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനും സൊല്യൂഷൻ സിസ്റ്റം തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. ഡിസ്പ്ലേ ബാലൻസ് ഡോക്യുമെന്റ് ഇവിടെ കണ്ടോ, ഈ ഡോക്യുമെന്റിൽ FBRA എന്ന ഡോക്യുമെന്റ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത് റീസെറ്റും ചെയ്യാം. ക്ലിയർ ചെയ്ത ഡോക്യുമെന്റുകൾ വേണം നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഡോക്യുമെന്റ് എനിക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്തെടുക്കാം. ഞാൻ റീസെറ്റ് ക്ലിയർഡ് കൊടുത്തു. ഇവിടെ റീസെറ്റ് ആൻഡ് റിവേഴ്സും ഉണ്ട്, റീസെറ്റ് ഓൺലി ഉണ്ട്. അപ്പം ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, റീസെറ്റും ചെയ്ത് റിവേഴ്സും ചെയ്യാം, അല്ലെങ്കിൽ റീസെറ്റ് ഓൺലിയും ചെയ്യാം. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഓൺലി റീസെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് അത് തിരിച്ച് അൺക്ലിയർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് വരണം. നോക്കാം നമുക്ക്. അത് അൺക്ലിയർഡ് ആയിട്ട് വന്നു. എന്നിട്ട് വേണം നമുക്ക് പ്രൈമറി ഡോക്യുമെൻറ്റ് സെക്കൻഡറി ഡോക്യുമെൻറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്യുമെൻറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഡോക്യുമെൻറ്റ് റിവേഴ്സ് ചെയ്യേണ്ട വന്നേക്കാം. അപ്പോൾ ആ സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ് ക്ലിയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്യാൻസൽ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് ആദ്യം അതിനെ ഓപ്പൺ ഡോക്യുമെൻ്റ് ആയിട്ട് മാറ്റണം. അതിനുശേഷം മാത്രമേ അത് റിവേഴ്സ് ചെയ്യാൻ പാടുള്ളൂ. റിവേഴ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് പിന്നീട് ക്ലിയർ ഡോക്യുമെൻ്റ് ആയിട്ട് മാറും. മീൻസ് അത് ക്യാൻസൽഡ് ഡോക്യുമെൻ്റ്. അപ്പോൾ പുതിയ ഡോക്യുമെൻ്റ് വന്നിട്ട് ഈ ഡോക്യുമെൻറ്റിനെല്ലാം ക്ലിയർ ഓഫ് ചെയ്തോളും. അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതാണ് ഈ ഡോക്യുമെൻ്റ് റിവേഴ്സലിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ക്ലിയർഡ് ഡോക്യുമെൻ്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് സംശയമില്ലല്ലോ, ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളത് എങ്ങനെയാണ് ഇത് പാർഷ്യൽ ആണെങ്കിൽ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഡോക്യുമെൻ്റ് എങ്ങനെ പാർഷ്യൽ ആണെങ്കിൽ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്യുമെൻ്റ് പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് രണ്ടാമത്തെ ഒരു കേസ് നോക്കാം. അക്രൂവൽ ഓഫ് പാർഷ്യൽ കമ്മീഷൻ. അക്രൂവൽ ഓഫ് കമ്മീഷൻ എന്ന് കൂട്ടിയാൽ മതി. കമ്മീഷൻ
ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊരു കമ്മീഷൻ കൊടുക്കാനുണ്ട്, എംപ്ലോയീസിനാണ് കമ്മീഷൻ കൊടുക്കാനുണ്ട്. കമ്മീഷൻ എക്സ്പെൻസസ് ആണ്. കമ്മീഷൻ എക്സ്പെൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണേ, ഒരു നമ്പർ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി ആ എക്സ്പെൻസിൻ്റെ കാറ്റഗറി തന്നെ. അപ്പോൾ ഇവിടെ നല്ല കമ്മീഷൻ പേയബിൾ ആണ്. സെക്കൻഡ് ക്വാർട്ടറിന് കമ്മീഷൻ കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, GL അക്കൗണ്ടിൽ കമ്മീഷൻ ഉണ്ടോ എന്നറിയില്ല, ജസ്റ്റ് നോക്കാം. മാസ്റ്റർ അക്കൗണ്ടിൽ GL അക്കൗണ്ട് കമ്മീഷൻ അക്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. കമ്മീഷൻ ഇല്ല. അപ്പം ഞാൻ കമ്മീഷൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. $100 കൊടുക്കാം, അത് റേഞ്ചിലുണ്ടാവും. കമ്മീഷൻ ഞാനൊരു എക്സ്പെൻസ്, നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു GL അക്കൗണ്ട്, ഒരു എക്സ്പെൻസിൻ്റെ GL അക്കൗണ്ടിൻ്റെ കോപ്പി എടുത്തിട്ട് മറ്റൊരു നമ്പർ കൊടുത്തിട്ട് കമ്മീഷൻ എക്സ്പെൻസ് അക്കൗണ്ട്, അപ്പം ലിസ്റ്റിലില്ലാത്ത അക്കൗണ്ടാണെങ്കിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണേ. അക്രൂവൽ ഉണ്ട് ഓൾറെഡി, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്. കമ്മീഷൻ എക്സ്പെൻസ് അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പം 75,000 ആണ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാനൊരു 50,000 നമ്മൾ പേ ചെയ്യുന്നെന്ന് പറയുന്നു. ഓക്കെ, FB50 തന്നെ എടുക്കുന്നുണ്ട്. കമ്പനി കോഡ് സെയിം തന്നെയാണ്. ഡേറ്റ് പറഞ്ഞതും സെയിം, ഇത് 36 തന്നിരിക്കുന്നത്, ജൂണിൻ്റെ ആണ്. അപ്പോൾ ജൂണിൻ്റെ എനിക്ക് തോന്നുന്നു ജൂൺ ഓപ്പൺ അല്ല. ജൂൺ നമ്മുടെ മന്ത് ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയാണ്, ജൂൺ മന്ത് ഓപ്പൺ ആണെങ്കിൽ July 1 ഓപ്പൺ ആണെങ്കിൽ July 1 ട്രാൻസാക്ഷൻ ഇടാൻ പറ്റും. അപ്പം ഞാനിത് വന്നിട്ട് July 1 ഇട്ടു. പോസ്റ്റ് ഡേറ്റും ഇത് ഡോക്യുമെൻ്റ് ഡേറ്റ് ജൂൺ തന്നെ ഇടാവേ, സോറി. ഡോക്യുമെൻ്റ് ഡേറ്റ് നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഡോക്യുമെൻ്റ് ഡേറ്റ് ഞാൻ ജൂൺ ഡേറ്റ് തന്നിരിക്കുന്നത് ജൂൺ 30 ആണ്. അപ്പോൾ ജൂൺ 30 ജൂലൈ റഫറൻസ് റഫറൻസിൽ ഈ ഇവിടെ തന്നിരിക്കുന്ന റഫറൻസിൽ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. കമ്മീഷൻ കമ്മീഷൻ കോൺടാക്ട് എന്ന് പറയുമ്പോൾ കോൺടാക്ട് എന്ന് മാത്രം കൊടുത്താലും മതിയായിരിക്കും. വേറെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, അത് നിങ്ങളുടെ യുക്തി പോലെ കൊടുക്കാം. ഞാൻ തൽക്കാലം റഫറൻസ് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ടെക്സ്റ്റിനകത്ത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 5 to 9 ഈ കമ്മീഷൻ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് 75,000. ടെക്സ്റ്റ് കമ്മീഷൻ ടെക്സ്റ്റ് അവിടെ നോക്കി ടൈപ്പ് ചെയ്യണം. ഞാൻ തൽക്കാലം ഒന്ന് ബ്രീഫായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജനറൽ കോഴ്സിൻ്റാണ് കൊടുക്കുന്നത്. ജനറൽ കോഴ്സിൻ്റെസ് കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് ലൈൻ സ്റ്റാർ കൊടുത്തു. ടെക്സ്റ്റ്
ഓക്കെ, ഡോക്യുമെൻ്റ് ആക്സെപ്റ്റ് ചെയ്ത് ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഞാനത് നമുക്ക് പിന്നീട് വേറെ ക്ലിയറിംഗ് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത ഐറ്റംസ് ആണ്. അവിടെ നിൽക്കട്ടെ, നമുക്കത് ലാസ്റ്റ് ക്ലിയർ ഓഫ് ചെയ്യാം. മാനുവൽ ക്ലിയറിംഗ് തന്നെയുണ്ട്, അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ 75,000 രൂപ കൂടെ നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ടായിട്ട് വന്നിട്ടുണ്ട്. 75,000 രൂപ കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓൾറെഡി ഉള്ള 500,000 ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നെറ്റ് ബാലൻസ് 75,000 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലിയർ ഓഫ് ആയതാണ്. അപ്പം 75,000 മാത്രമേ ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളൂ. പക്ഷേ 3 ഐറ്റം ഓപ്പൺ ആയിട്ടായിട്ട് കിടപ്പുണ്ട്. അത് നമ്മളിപ്പോൾ ക്ലിയർ നമുക്ക് റീസെറ്റ് ചെയ്തതാണല്ലോ, ഓർക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി പിന്നീട് നിങ്ങൾ അതിനനുസരിച്ച് പേ ചെയ്യുമ്പോൾ, അതാണ് അടുത്ത കേസ് സ്റ്റഡി പറയുന്നത്. നിങ്ങൾ അതിനനുസരിച്ച് പേ ചെയ്യുമ്പോൾ ഒരു 50,000 നിങ്ങൾ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഫുള്ള് പേ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫുള്ള് പേ ചെയ്തില്ല എന്ന് പറയുമ്പോൾ 2 രീതിയിലാകാം. അതാണ് ഈ വ്യത്യാസം വരുന്നത്. പാർഷ്യലും റെസിജ്വലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങളത് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം ഇത് പാർഷ്യൽ വേണോ എന്ന് പറയാൻ തീരുമാനിക്കുക. പാർഷ്യലും റെസിജ്വലും. ഈ പാർഷ്യൽ എന്ന് പറയുന്നത് രണ്ടും സെയിം ടേം തന്നെയാണ്, പക്ഷെ അതിൻ്റെ എടുക്കുന്ന കോൺസെപ്റ്റ് വ്യത്യാസമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, സാലറിയുടെ കേസിൽ 75,000 രൂപ സാലറി കൊടുക്കാനുണ്ട്. നിങ്ങൾ 50,000 രൂപ സാലറി കൊടുത്തു, ബാലൻസ് 25,000 രൂപ. ഇനി മറ്റൊരു കേസാണ്, 2 കേസായിട്ട് എടുക്കാം. നെക്സ്റ്റ് ഒരു കേസ് റെൻറ്റും നമ്മുടെ ഓഡിറ്റോറിയം റെൻറ്റിന് എടുത്തു, ഒരു ഓഡിറ്റോറിയം റെൻറ്റിന് എടുത്തു. അപ്പം എന്താ പറയുക, ടൗൺ ഹാൾ റെൻറ്റ് അല്ലെങ്കിൽ മീറ്റിംഗ് ഹാൾ റെൻറ്റ്. GL അക്കൗണ്ട് അല്ല, അത് ടെക്സ്റ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. മീറ്റിംഗ് ഹാൾ റെൻറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഒരു 50,000. പിന്നെ അതിൻ്റെ PA പബ്ലിക് ഓഡിയോ സിസ്റ്റം ഒരു 10,000 PA ഓഡിയോ സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 60,000 ആണ് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ കൊടുക്കാനുള്ളത്. ഒരു പബ്ലിക് ഓഡിയോ സിസ്റ്റം എന്നുള്ള റെൻറ്റിനെടുത്തു, അതിന് 10,000. പിന്നെ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടി നമ്മളൊരു മീറ്റിംഗ് ഹാൾ റെൻറ്റിനെടുത്തു, അതിൻ്റെ കൂടെ ഒരു പബ്ലിക് ഓഡിയോ സിസ്റ്റം കൂടെ നമ്മളെടുത്തു. അപ്പോൾ ഇത് രണ്ട് റെൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ക്ലയൻറ്റിൻ്റെ ടേം അനുസരിച്ച് അവർ പറയുന്നത് മീറ്റിംഗ് റെൻറ്റിൻ്റെ ഇത് അഡ്വാൻസ് ആയിട്ട് വേണ്ട, പക്ഷേ പബ്ലിക് ഓഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണലി ചിലപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു ഹോട്ടലൊരു കോൺഫറൻസ് നടത്തുമ്പോൾ ഈ പബ്ലിക് ഓഡിയോ സിസ്റ്റം അവിടെ ഉള്ളത് പോരാഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ മീറ്റിംഗ് ഹാൾ റെൻ്റ് അവർ പറഞ്ഞു നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് പേ ചെയ്തതാണ്, പക്ഷേ നമ്മുടെ സ്ഥലത്തിലുണ്ട്. പക്ഷേ ഈ പബ്ലിക് ഓഡിയോ സിസ്റ്റത്തിൻ്റെ കേസ് എന്താണ്, ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ഈ സാലറീൻ്റെ കേസിൽ ഇത് മൾട്ടിപ്പിൾ എംപ്ലോയിയുടെ സാലറി ആണ്, പക്ഷേ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ പിന്നീട് ഉള്ളത് കാണേണ്ട ആവശ്യമുണ്ട്. അതായത് സാലറി ഞാൻ 75,000 രൂപ കൊടുക്കാനുണ്ട്, 50,000 കൊടുത്ത് 25,000 രൂപ കൊടുക്കുന്ന സമയത്ത് നോർമലി ഇത് ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഡേറ്റ് വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേറ്റ് 31/7/25, സാലറി അക്കൗണ്ട് 510000, പിന്നെ അതിൻ്റെ ടാക്സ് ഒക്കെ ഉണ്ട്, അത് കാണിക്കും. പിന്നെ എമൗണ്ട് 75,000. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ, അപ്പോൾ അത് നെഗറ്റീവ് ബാലൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത്, ഇപ്പോൾ നിങ്ങൾ 2/8 സാലറി കൊടുത്തു എന്നിരിക്കും. 2/8/25 സാലറി കൊടുത്തപ്പോൾ നിങ്ങൾ ബാങ്ക് വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാം GL അക്കൗണ്ട് സെയിം തന്നെയാണ്. ബാങ്ക് വഴിയാണ് 100 50,000 പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് അങ്ങനെ കാണിക്കുന്നു, 25,000 രൂപ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ശരിക്കും സാലറീൻ്റെ കേസിൽ ഈ മൂവ്മെൻറ്റ് നമുക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ തവണ എടുക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ കുറേ ലൈൻ ഐറ്റങ്ങളില്ല. അപ്പോൾ ഈ ലൈൻ ഐറ്റം ഓപ്പൺ ഐറ്റമാണ്, ഈ സെക്കൻഡ് ലൈൻ ഐറ്റം ഓപ്പൺ ഐറ്റമാണ്. അപ്പോൾ സാലറീൻ്റെ കേസിൽ നിങ്ങൾ ആക്ച്വലി എന്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഈ 25,000 കൊടുക്കാനുണ്ടെന്ന് മാത്രം കണ്ടാൽ പോരെ. അതായത് നിങ്ങൾ ഈ 31/7
ഈ 25,000 കൊടുക്കാനുണ്ടെന്ന് മാത്രം. കാരണം ഇതിൻ്റെ ബ്രേക്കപ്പ് നമുക്ക് കാരണം സാലറി ചിലപ്പോൾ 10-15 ലൈനായിട്ടായിരിക്കും ചിലപ്പോൾ അത് സെറ്റ് ഓഫ് പോയിട്ടുണ്ടാകും. അപ്പം എല്ലാ ലൈനായിട്ടും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അക്കൗണ്ടിൻ്റെ വോളിയം കൂടി വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ സാലറിയുടെ ബ്രേക്കപ്പ് ഒരു കസ്റ്റമർക്ക് അയച്ചു അല്ലെങ്കിൽ വെണ്ടർക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അത് നമ്മൾ ഇൻറ്റേർണൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു കേസിൽ പബ്ലിക് മീറ്റിംഗ് ഹാൾ റെൻറ്റിൻ്റെ കേസിൽ നമുക്കതിനെ ചിലപ്പോൾ ഇതിൻ്റെ ബ്രേക്കപ്പ് ചിലപ്പോൾ ആവശ്യം ഉണ്ടായിട്ട് വരും. അതായത് നമുക്ക് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മളെങ്ങനെ ചെയ്യും, ഇതിൻ്റെ ഒരു 31/7 മീൻസ് ആ ഡേറ്റ് ഏതാണോ അത് ആ ഡേറ്റിൽ നമ്മൾ ആ എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് നമ്മൾ പറയുന്നത് 60,000 പേ ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ അന്ന് തന്നെ 31/7 തന്നെ നമ്മൾ ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ 10,000 പേ ചെയ്തു. ബാക്കി ബാലൻസ് എമൗണ്ട് 50,000 ഉണ്ടെന്ന് നമുക്ക് കാണണം. കാരണം നമുക്ക് ഇവിടെ ബ്രേക്കപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബ്രേക്കപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പാർഷ്യൽ പേയ്മെൻറ്റും, ബ്രേക്കപ്പ് ആവശ്യമില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റെസീജിയലാണ്. അപ്പോൾ റെസീജിയലാണെങ്കിൽ സിസ്റ്റം എന്തേ കാണിക്കുള്ളൂ. ഇപ്പോൾ ഇതിന് നമ്മൾ റെസീജിയൽ ത്രൂ ആണ് ചെയ്തതെങ്കിൽ ഇതിന് റെസീജിയൽ പേയ്മെൻ്റ് ആയിട്ട് ചെയ്തതിന് സിസ്റ്റം ഇത്ര മാത്രമേ കാണിക്കുള്ളൂ. അതായത് 2/8/25 100 മീൻസ് ഏത് അക്കൗണ്ടാണ് 51 ആണെങ്കിൽ ആ അക്കൗണ്ട് 27 ഇത്ര മാത്രമേ കാണിക്കുള്ളൂ. കാരണം നമുക്ക് ഈ ബ്രേക്കപ്പ് ഇവിടെ ആവശ്യമില്ല. ഇവിടെ സിസ്റ്റം പറയുന്നത് ഈ ഔട്ട്സ്റ്റാൻഡിങ് എന്തുകൊണ്ട് ഈ 25,000 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസീജിയൽ പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അങ്ങനെയല്ല നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നിങ്ങൾ പാർഷ്യൽ ചെയ്യണം. ഈ 2 മെത്തേഡാണ് ഉള്ളത്. അപ്പം ഞാൻ രണ്ടും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് തന്നെ പോകണം. ഔട്ട് ഗോയിങ് പേയ്മെന്റ് തന്നെയാണ്. ഔട്ട് ഗോയിങ് പേയ്മെന്റ് തന്നെ. പേയ്മെന്റ് വ്യത്യാസമൊന്നുമില്ല, എടുക്കുന്ന ഡോക്യുമെന്റ് സെയിം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന രീതിയിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ബാങ്ക് ട്രാൻസ്ഫർ 50,000 പേയ്മെൻറ്റ് വണ്ണാണ്. ഡേറ്റ് 10th ഓഗസ്റ്റ് ആണ്. അപ്പോൾ ഓഗസ്റ്റ് 10th ആണ്. ഓഗസ്റ്റ് 10th എടുക്കാം തൽക്കാലം. ഡേറ്റ് ഇപ്പം കുറച്ച് പ്രായത്തിനും കുഴപ്പമൊന്നുമില്ല. ഡോക്യുമെന്റ് നമ്പർ നമുക്ക് ആവശ്യമില്ല. റെഫറൻസിൽ നിങ്ങളുടെ പേയ്മെന്റ് ഡോക്യുമെന്റ് റെഫറൻസ് ടെക്സ്റ്റിൽ കമ്മീഷൻ ആ ഡീറ്റെയിൽസ് കൊടുക്കാം. സെറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. Q2 സെറ്റിലാണ് തോന്നുന്നു. സെറ്റിൽ ക്ലിയറിംഗ് ടെക്സ്റ്റ് GL അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് 50,000 അല്ലേ ഉള്ളൂ. അപ്പോൾ 50,000 നമ്മളുടെ അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത് 50,000 പേ ചെയ്തു എന്നാണ് പറയുന്നത്. 50,000 എടുക്കുക. നമുക്ക് വാല്യൂ ഡേറ്റ് വേണം. അപ്പോൾ വാല്യൂ ഡേറ്റ് ഞാൻ ഈ ഡേറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റ് സെയിം ടെക്സ്റ്റ് തന്നെ കൊടുക്കാം. ഇതേ ടെക്സ്റ്റ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാനുള്ളത് ഏത് അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ട്. അപ്പോൾ 210000 ആണ് അക്കൗണ്ട് ഉള്ളത്. എൻ്റർ കീ കൊടുക്കുക. ഈ ഡോക്യുമെൻ്റ് ഡേറ്റ് ഫ്യൂച്ചർ എന്നൊക്കെയാണ് വാണിംഗ് വരും. നിങ്ങൾ ബാക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രീവിയസ് ഡേ ആണെന്നും അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ കൊടുത്തുള്ളത് ഫ്യൂച്ചർ ഡേറ്റ് എന്നൊക്കെയുള്ള വാണിംഗ് വരും. അപ്പോൾ വാണിങ്ങുകളൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുമ്പോൾ വാണിംഗ് എന്താണ് വന്നതെന്നൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഒരു കേസിൽ നോർമൽ വാണിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്കിപ്പോൾ ഓൾറെഡി സിസ്റ്റം ഓപ്പൺ ഐറ്റം കാണിക്കുന്നത് 3 ലൈൻ ഐറ്റം ഉണ്ട്. അത് 75,000 500,000 500,000 2 ലൈൻ ഐറ്റം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് ലൈൻ ഐറ്റത്തിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ പേ ചെയ്ത സിസ്റ്റം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാ ലൈൻ ഐറ്റങ്ങളും ബ്ലൂ കളറിലാണ് കാണിക്കുന്നത്.
75,000-ൻ്റെയും അതുപോലെ 500,000-ൻ്റെയും 500,000-ൻ്റെയും. ഈ ബ്ലൂ കളറിൽ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സിസ്റ്റം ഇതെല്ലാം പേയ്മെൻറ്റിന് വേണ്ടി റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളിത് മൂന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഒരെണ്ണം മാത്രം ഈ 75,000 അഗേൻസ്റ്റ് മാത്രമേ ഞാൻ പേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഐറ്റം എനിക്ക് ഇതിവിടെ ആവശ്യമില്ലാത്തതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ലൈനുകൾ ഡീസെലക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഐറ്റം മാത്രം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് നോർമലുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൗസ് കൊണ്ട് ആ എമൗണ്ടിൽ ഡബിൾ ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഓരോ എമൗണ്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി അങ്ങനെ ഓരോ എമൗണ്ടും ഇൻഡിവിജ്വലി ഡബിൾ ടാപ്പ് ചെയ്തെടുക്കുന്നത് പോസിബിൾ അല്ല. കാരണം ഇത്രമാത്രം ലൈൻ ഐറ്റം ഉള്ളു. ചിലപ്പോൾ നമുക്ക് 100 ലൈൻ ഐറ്റം ഉണ്ട്. ഈ 100 ലൈൻ ഐറ്റത്തിൽ നമ്മൾ ഇൻഡിവിജ്വലി ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴെയുള്ള ഈ കൺട്രോളുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ എല്ലാ ലൈൻ ഐറ്റങ്ങളും ബ്ലൂ കളറിലായിരിക്കും. മീൻസ് എല്ലാ ലൈൻ ഐറ്റവും സെലക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട ഐറ്റം മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ലാസ്റ്റിൽ നിന്ന് കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ഓൾ. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് സെലക്ട്, രണ്ടാമത്തെ ഐറ്റം പറയുന്നത് സെലക്ട് ബ്ലോക്ക്, മൂന്നാമത്തെ ഐറ്റം സെലക്ട് ഓൾ. അപ്പം ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? 3 ലൈൻ ഐറ്റങ്ങളെ സെലക്ട് അല്ലെങ്കിൽ എൻ്റർ ലൈൻ ഐറ്റത്തിൽ സെലക്ട് ചെയ്തു. മീൻസ് എല്ലാ ലൈൻ ഐറ്റങ്ങളും ബ്ലൂ കളറിലേക്ക് മാറി. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ഐറ്റം, ഞാൻ ഫസ്റ്റിൽ നിന്ന് തേർഡ് ഐറ്റം ആണ് എടുത്തത്. ഇതിൽ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ഐറ്റം, അതായത് ഡീആക്ടിവേറ്റ് ഐറ്റം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ ഐറ്റങ്ങളും ഡീആക്ടിവേറ്റ് ആയി എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഇവിടെ അസൈൻഡ് വാല്യൂ 0 ആയിട്ട് മാറി. ഇനി കറസ്പോണ്ടിങ് ലൈൻ ഐറ്റം മാത്രം സെലക്ട് ചെയ്യാം. ഒന്നുകൂടെ പറയാം, ഞാൻ എല്ലാം ഒന്നും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെലക്ട് ഓൾ, ഇപ്പോൾ എല്ലാ ഐറ്റവും സെലക്ട് ആയി. അതിനുശേഷം ഡീആക്ടിവേറ്റ് ഓൾ, എല്ലാ ഐറ്റവും ഡീആക്ടിവേറ്റ് ആയി. അതിനുശേഷം കറസ്പോണ്ടിങ് ഐറ്റം മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഐറ്റം മാത്രം സെലക്ട് ആയി. ഇനി ഡീറ്റെയിൽസ് വന്ന് എമൗണ്ട് എൻറ്റേർഡ് 50,000, എമൗണ്ട് അസൈൻഡ് 75,000, നോട്ട് അസൈൻഡ് 25,000. എൻറ്റേർഡ് 50, അസൈൻഡ് 75. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ഡെബിറ്റ് ലൈനകത്ത് എമൗണ്ട് എൻറ്റേർഡ് മീൻസ് ക്രെഡിറ്റ് ലൈനാണ്, അസൈൻഡ് ഡെബിറ്റ് ലൈനാണ്. 25,000 മിസ്മാച്ച് ഉണ്ട്. അപ്പം നോർമലി അറിയാമല്ലോ, നമുക്ക് അങ്ങനെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇത് സെറ്റ് ഓഫ് ചെയ്യണം. ഈ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റിൽ ചെയ്താൽ അവിടെ സ്റ്റാൻഡേർഡ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് പാർഷ്യലും റെസീജലും ഉണ്ട്. ഞാൻ പാർഷ്യലിലേക്ക് പോയി. ഇവിടെ ഞാനിപ്പോൾ പാർഷ്യൽ പേയ്മെൻറ്റിലാണ് ഉള്ളത്. ആ ലൈൻ ഐറ്റത്തിൻ്റെ നേരെ മാത്രം പേയ്മെൻറ്റ് എമൗണ്ടിൻ്റെ നേരെ സിസ്റ്റം അവിടെ 75,000 എന്നാണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ആ കോളത്തിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സിസ്റ്റം എന്ത് ചെയ്തു? അത് 50,000 എന്ന് മാറ്റി. എമൗണ്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ 50,000 ആയിട്ട് മാറി. ഇപ്പോൾ താഴെ കാണുന്ന വാല്യൂ എമൗണ്ട് എൻറ്റേർഡ് 50, അസൈൻഡ് 50, 50ഉം 50ഉം വീതമായിട്ട് മാറി. അപ്പം ബാലൻസ് നില്ലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഈ റെസീജിയലാണെങ്കിൽ തൊട്ടടുത്ത് റെസീജിയൽ എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ റെസീജിയൽ എന്ന് എടുക്കുന്നുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് എടുക്കുന്നത്. ഞാൻ പാർഷ്യൽ പേയ്മെൻ്റ് ആണ് പറയുന്നത്. ഞാൻ എടുക്കുന്ന റെസീജിയൽ പേയ്മെൻറ്റും പാർഷ്യൽ പേയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കുന്നത്. റെസീജിയലാണെങ്കിലോ റെസീജിയലാണെങ്കിൽ സിസ്റ്റം ഇനി എന്താണ് റെസീജിയൽ? 25,000 ആണ് റെസീജിയൽ അല്ലേ? കാരണം നമുക്ക് 75ൻ്റെ പേയ്മെൻറ്റ്, 75ൻ്റെ ഇൻവോയ്സ്, 50ൻ്റെ ആണ് ബാലൻസ് എമൗണ്ട്, ബാക്കി 25,000 ആണ് ബാലൻസ് ഉള്ളത്.